ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് സർജറിയും മറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചികിത്സാ രീതിയും അവോയ്ഡ് ചെയ്ത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. എനിക്ക് ഇന്ന് വന്നൊരു എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ സംശയമാണ് ഞാൻ ഇവിടെ തീർത്തു തരുന്നത്. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സിയാറ്റിക്ക ഉണ്ട്, അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ, ബ്രസ്റ്റ് പെയിൻ, അങ്ങനെ പലതരത്തിലുള്ള ശരീരത്തിനുള്ള പെയിൻ ഉണ്ട്. പുള്ളി ഒരു സ്പോർട്സ് പേഴ്സണാണ്, ഒരു പവർ ലിഫ്റ്ററാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് തെറാപ്പി എടുക്കാറുണ്ട്. തെറാപ്പി എടുത്തതിന് ശേഷം പുള്ളിക്ക് 1 വീക്കോളം വലിയ കുഴപ്പമൊന്നുമില്ല. അത് കഴിയുമ്പോൾ ഹെവി ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു ഇതുപോലെ എന്താണ് പ്രതിവിധി എന്നൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഒരു വേറൊരാൾക്ക് BPC 157 TB 500 സജസ്റ്റ് ചെയ്ത് പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു അത് യൂസ് ചെയ്താൽ മതിയോ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ മാറുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നൊരു വീഡിയോ ആണ് യൂട്യൂബിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അത് നിങ്ങൾ കണ്ടു നോക്കുക, ഫുൾ വീഡിയോ കാണുക, നിങ്ങളുടെ സംശയമെല്ലാം അത് കണ്ട് മാറ്റുക. ഓക്കെ, താങ്ക് യു.